ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന പട്ടണത്തിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരു സഞ്ചാരിയുടെയും കണ്ണുടക്കുന്ന ഒരു മനോഹര ഇടമുണ്ട്. ദേശീയപാതയുടെ അരികിലായി വെണ്ണക്കല്ലിന്റെ വെണ്മയോടെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന 4 മിനാരങ്ങളും മനോഹരമായ താഴികക്കുടങ്ങളുമുള്ള ഒരു നിർമ്മിതി. ആഗ്രയിലെ താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്ന ഈ മനോഹരമായ കെട്ടിടം വെറുമൊരു സ്മാരകമല്ല, മറിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസവും ശാന്തിയും നൽകുന്ന കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദാണ്. കേരളത്തിന്റെ താജ്മഹൽ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഈ പള്ളിക്ക് പറയാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. ജാതിമത ഭേദമന്യേ മനുഷ്യർ ഒഴുകിയെത്തുന്ന ഈ പുണ്യഭൂമി അലിവിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഈ മഹാമസ്ജിദിന്റെ ഉത്ഭവത്തിലേക്കും അതിന്റെ പിന്നിലെ വിസ്മയിപ്പിക്കുന്ന വിശ്വാസങ്ങളിലേക്കും ഒരു തീർത്ഥയാത്ര പോകാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വടക്കേ മലബാറിൽ ജീവിച്ചിരുന്ന അബ്ദുൽ ഖാദർ സാനി എന്ന വിഖ്യാതനായ ഒരു സൂഫി വര്യനിൽ നിന്നാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. ആത്മീയ ജ്ഞാനത്തിന്റെ ആഴങ്ങളറിഞ്ഞ അദ്ദേഹം തന്റെ ജീവിതം സഞ്ചാരങ്ങൾക്കായി മാറ്റിവെച്ചു. അറിവ് പകരുക എന്നതിലുപരി മനുഷ്യഹൃദയങ്ങളെ തൊട്ടറിയാനായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ. ഒരിക്കൽ പൊന്നാനിയിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ അദ്ദേഹം ഒരു സാധാരണ കർഷകനെ പരിചയപ്പെട്ടു. ഹസൻ ബിനോ അലി എന്നായിരുന്നു ആ കർഷകന്റെ പേര്. മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചിരുന്ന ലളിത മനസ്കനായ ഹസന് ആത്മീയതയെക്കുറിച്ചോ വലിയ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാനിയുമായുള്ള ആ കണ്ടുമുട്ടൽ ഹസന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഹസൻ തന്റെ കൃഷിയും വീടും ഉപേക്ഷിച്ച് ഷെയ്ഖിനൊപ്പം യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. പൊന്നാനിയിലേക്കുള്ള ആ ദീർഘയാത്ര കേവലം ദൂരങ്ങൾ താണ്ടലായിരുന്നില്ല, മറിച്ച് ഒരു കർഷകനെ മഹാനായൊരു പണ്ഡിതനാക്കി മാറ്റുന്ന വലിയൊരു വിദ്യാലയമായിരുന്നു. യാത്രക്കിടയിൽ ഷെയ്ഖ് ഹസന് പകർന്നു നൽകിയ അറിവുകൾ ആ ഹൃദയത്തെ പാകപ്പെടുത്തി. ആധുനിക കാലത്തെ വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഗുരുവിന്റെ സാമീപ്യവും സ്നേഹവും വഴിയാണ് ഹസൻ വിജ്ഞാനത്തിന്റെ പടവുകൾ കയറിയത്. ഈ ഗുരുശിഷ്യ ബന്ധം ആത്മീയതയിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നായി ഇന്നും കരുനാഗപ്പള്ളിയുടെ ചരിത്ര താളുകളിൽ തിളങ്ങി നിൽക്കുന്നു. സാധാരണക്കാരനായ ഒരാൾക്ക് എങ്ങനെ ഉന്നതനായ ഒരു ആത്മീയ പുരുഷനായി മാറാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഹസൻ ഇബ്നു അലി. ഗുരുവും ശിഷ്യനും എത്തിച്ചേർന്നത് അക്കാലത്ത് കേരളത്തിന്റെ മക്ക എന്നറിയപ്പെട്ടിരുന്ന പൊന്നാനിയിലായിരുന്നു. വിജ്ഞാനദാഹികളായ ആയിരക്കണക്കിന് ആളുകൾ വസിക്കുന്നിടം. അവിടെ പ്രശസ്തമായ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ സൈനുദ്ദീൻ മഖ്ദൂം എന്ന മഹാപണ്ഡിതനായിരുന്നു ആരാധനകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. മധുരയിൽ നിന്നും മറ്റും കുടിയേറിപ്പാർത്ത മഖ്ദൂം കുടുംബം ആത്മീയ ജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. പൊന്നാനിയിലെത്തിയ ഷെയ്ഖിനോടും ശിഷ്യനോടും ജനങ്ങൾ പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. ഈ അവസരം ഷെയ്ഖ് തന്റെ ശിഷ്യനായ ഹസന് നൽകാനാണ് തീരുമാനിച്ചത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്കിടയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന ഹസൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. ഒരു കർഷകന്റെ വിറയലോടെ നിന്ന ശിഷ്യന്റെ അരികിലെത്തി ഷെയ്ഖ് തന്റെ കൈകൾ ഹസന്റെ നെഞ്ചിൽ തലോടി. ആ നിമിഷം ഹസന്റെ ഹൃദയത്തിൽ പ്രകാശത്തിന്റെ ഒരു വലിയ കിരണം ഉദിച്ചു. ഗുരുവിന്റെ അനുഗ്രഹത്താൽ വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ ഹസന് മുന്നിൽ തുറക്കപ്പെട്ടു. തുടർന്ന് അവിടെ നടന്നത് ചരിത്രമായിരുന്നു. സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാരും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ആഴമേറിയ ജ്ഞാനമായിരുന്നു ഹസന്റെ നാവിലൂടെ ഒഴുകിയത്. ഒരു മൊട്ടുസൂചി താഴെ വീണാൽ പോലും കേൾക്കാവുന്ന അത്രയും നിശബ്ദതയോടെ ജനങ്ങൾ ആ പ്രസംഗം കേട്ടുനിന്നു. അറിവിന്റെ ഈ വലിയ മാറ്റം കണ്ട ഗുരു തന്റെ ശിഷ്യനെ ബഹുമാന പുരസ്സരം ഷൈഖുന എന്ന് വിളിച്ചു. ഒരു കർഷകനിൽ നിന്ന് ആത്മീയ ഗുരുവായുള്ള ഹസന്റെ പരിവർത്തനം അവിടെ പൂർണ്ണമായി. പൊന്നാനിയിലെ സന്ദർശനം കഴിഞ്ഞ് അറിവിന്റെ നിറകുടമായി മാറിയ ഹസൻ ഷെയ്ഖ് ഗുരുവിന്റെ അനുഗ്രഹത്തോടെ തെക്കൻ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. തന്റെ ജീവിത നിയോഗം പൂർത്തിയാക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ പുതിയകാവ് എന്ന സ്ഥലത്തായിരുന്നു.
അക്കാലത്ത് വനപ്രദേശങ്ങളും കാട്ടുപടർപ്പുകളും നിറഞ്ഞ ഒരിടമായിരുന്നു അത്. എന്നാൽ ആത്മീയമായൊരു വലിയ അനുഭൂതി ആ പ്രദേശത്തിനുണ്ടെന്ന് ഷെയ്ഖ് തിരിച്ചറിഞ്ഞു. അവിടെ എത്തിയ അദ്ദേഹം തന്റെ പ്രാർത്ഥനകളിലും ആത്മീയ സേവനങ്ങളിലും മുഴുകി. ഷെയ്ഖിന്റെ സാന്നിധ്യം ആ പ്രദേശത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ജാതിമതഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒഴുകിയെത്തി. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും പ്രവൃത്തിക്കും ദൈവീകമായൊരു സ്പർശമുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അനേകം ആളുകൾ അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും സ്വത്തും നൽകാൻ മുന്നോട്ട് വന്നു. എന്നാൽ ഭൗതിക സുഖങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന അദ്ദേഹം ആ സ്നേഹ സമ്മാനങ്ങളെല്ലാം നിരസിച്ചു. തന്റെ ജീവിതം ലളിതമായിരിക്കണമെന്നും ദൈവചിന്തയിൽ മാത്രം മുഴുകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഷെയ്ഖിന്റെ ഈ വിനയവും ലളിത ജീവിതവും അദ്ദേഹത്തിന്റെ പ്രശസ്തി നാടൊട്ടുക്കും പരത്തി. ഇത് അന്നത്തെ ഭരണാധികാരിയായ കൃഷ്ണപുരം രാജാവിന്റെ ചെവിയിലുമെത്തി. ആത്മീയ തേജസ്സുള്ള ഒരു സിദ്ധൻ തന്റെ രാജ്യത്തെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ കൃഷ്ണപുരം രാജാവ് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചു. ഷെയ്ഖിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. രാജസന്നിധിയിലെത്തിയ ഷെയ്ഖിനോട് അദ്ദേഹത്തിന്റെ ആഗമനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും രാജാവ് ചോദിച്ചറിഞ്ഞു. സംഭാഷണത്തിനൊടുവിൽ ഷെയ്ഖിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. തനിക്ക് സ്വത്തോ പണമോ വേണ്ടെന്നും എന്നാൽ ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കാൻ അല്പം സ്ഥലം വേണമെന്നും ഷെയ്ഖ് ആവശ്യപ്പെട്ടു. രാജാവ് സന്തോഷത്തോടെ പുതിയകാവിന് തെക്ക് വശത്തുള്ള ഒരു പ്രദേശം കാട്ടിക്കൊടുത്തു. എന്നാൽ രാജാവ് നൽകിയ ആ സ്ഥലം അങ്ങേയറ്റം ഭയാനകമായിരുന്നു. കരിനാഗങ്ങൾ പാറി നടക്കുന്ന, മനുഷ്യർ പ്രവേശിക്കാൻ ഭയക്കുന്ന ഒരു കാട്ടുപ്രദേശമായിരുന്നു അത്. അവിടെ പ്രവേശിച്ചവരാരും തിരികെ വന്നിട്ടില്ലെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഷെയ്ഖ് അവിടേക്ക് കടന്നപ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത്. പത്തി വിടർത്തിയാടുന്ന കരിനാഗങ്ങൾ ഷെയ്ഖിനെ കണ്ടപ്പോൾ ശാന്തരായി ഭണം താഴ്ത്തി. അക്രമകാരിയായ ഒരു കരിമൂർഖനോട് ഒരു കൂടയിൽ കയറാൻ ഷെയ്ഖ് കൽപ്പിച്ചു. ഒരു ശിഷ്യനെ പോലെ ആ പാമ്പ് കൂടയിൽ കയറി ചുരുണ്ടുകൂടി. ഈ കൂട മൂടിക്കെട്ടി രാജാവിനൊരു സമ്മാനമായി നൽകാൻ ഷെയ്ഖ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. കൊട്ടാരത്തിലെത്തിയ ഈ സമ്മാനം കണ്ട് രാജാവ് സന്തോഷിച്ചു. എന്നാൽ മൂടി തുറന്നതും പത്തി വിടർത്തി ചീറ്റിയടുക്കുന്ന കരിനാഗത്തെ കണ്ട് രാജാവും ഭടന്മാരും വിറളി പിടിച്ചു. രാജ്യം വലിയൊരു അപകടത്തിലാണെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. താൻ നൽകിയ മോശം സ്ഥലത്തിന് പ്രതികാരമായി ഷെയ്ഖ് പാമ്പിനെ അയച്ചതാണെന്ന് രാജാവ് ഭയന്നു. ഒടുവിൽ രാജാവ് ഷെയ്ഖിന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ഷെയ്ഖ് വീണ്ടും ആ പാമ്പിനെ കൂടയിലാക്കി പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി തുറന്നുവിട്ടു. എന്നാൽ പിന്നീട് ഒരിക്കൽ പോലും ആ പ്രദേശത്ത് കരിനാഗങ്ങളെ ആരും കണ്ടില്ല. കരിനാഗങ്ങൾ വാണിരുന്ന ആ പ്രദേശം പിന്നീട് കരുനാഗപ്പള്ളി എന്നും കാലക്രമേണ കരുനാഗപ്പള്ളി എന്നും അറിയപ്പെട്ടു എന്നാണ് ജനശ്രുതി. ഈ അത്ഭുത പ്രവൃത്തിയിൽ സന്തുഷ്ടനായ രാജാവ് അവിടെ പള്ളി പണിയാൻ അനുമതി നൽകുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയപ്പോൾ പഴയ പള്ളി ജീർണാവസ്ഥയിലാവുകയും അത് പുതുക്കി പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു. വെറുമൊരു മസ്ജിദ് എന്നതിലുപരി ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഇന്ന് നാം അവിടെ കാണുന്നത്. ആഗ്രയിലെ താജ്മഹലിന്റെ അതേ മാതൃകയിലാണ് ഇത് പണിതിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള മാർബിളുകളും വലിയ താഴികക്കുടങ്ങളും 4 മിനാരങ്ങളും ഈ പള്ളിക്കൊരു രാജകീയ പ്രൗഢി നൽകുന്നു. പ്രഭാത സൂര്യന്റെ പ്രകാശമേൽക്കുമ്പോഴും ചന്ദ്രികയുടെ നിലാവെളിച്ചത്തിലും ഈ മസ്ജിദ് ഒരു സ്വപ്ന ഭൂമി പോലെ തിളങ്ങി നിൽക്കും. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അനുഭവപ്പെടുന്ന തണുപ്പും സമാധാനവും വിവരണാതീതമാണ്. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ കേരളത്തിലെ മറ്റ് പള്ളികളിൽ നിന്ന് ഇത് വേറിട്ട് നിൽക്കുന്നു. താജ്മഹലിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ളതിനാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും സഞ്ചാരികൾ ഈ വിസ്മയം കാണാനായി എത്തുന്നു. വെണ്ണക്കല്ലിൽ തീർത്ത ഈ മന്ദിരം കേവലം ആരാധനാലയമല്ല, മറിച്ച് മനോഹരമായൊരു കലാരൂപം കൂടിയാണ്. ഓരോ കൊത്തുപണികളിലും ഒരു സുന്ദരമായ ചരിത്രം ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ വെണ്മ മനുഷ്യഹൃദയങ്ങൾ പാലിക്കേണ്ട വിശുദ്ധിയുടെ അടയാളമായി ഇന്നും പ്രഭ ചൊരിയുന്നു. ഷെയ്ഖ് മസ്ജിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെയുള്ള 11 ഖബറുകളാണ്. ഷെയ്ഖ് ഹസൻ ഇബ്നു അലിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഉൾപ്പെടെയുള്ള 11 മഹാന്മാരുടെ ഖബറുകൾ അവിടെ നിരനിരയായി കാണാം. അലി ഹസൻ ഷെയ്ഖന്മാർ എന്നാണ് ഇവർ പൊതുവെ അറിയപ്പെടുന്നത്. ഈ പുണ്യപുരുഷന്മാരുടെ സാമീപ്യം പള്ളിക്ക് വലിയൊരു ആത്മീയ പരിവേഷം നൽകുന്നു. പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾ ഈ ഖബറുകൾക്ക് മുന്നിൽ തങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ബോധിപ്പിക്കുന്നു. മനസമാധാനം തേടിയും രോഗശാന്തിക്കായും 100 കണക്കിന് ആളുകൾ നിത്യേന ഇവിടെ വരുന്നു. കഠിനഹൃദയനായ ഒരാൾ പോലും ഈ പള്ളിക്കകത്ത് പ്രവേശിച്ചാൽ ശാന്തനാകുമെന്ന് പറയപ്പെടുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഉഴലുന്നവർക്ക് ആശ്വാസത്തിന്റെ ഒരു വലിയ കേന്ദ്രമാണിത്. പട്ടും പഴവും പ്രാർത്ഥനകളുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ.
തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാൽ പട്ടുവിരിക്കാമെന്നും മറ്റും നേർച്ച നേരുന്നത് ഇവിടുത്തെ പതിവാണ്. വിശ്വാസികൾക്ക് ജാതിയോ മതമോ ഇവിടെ തടസ്സമല്ല. എല്ലാവർക്കും ഒരേപോലെ പ്രവേശിക്കാവുന്ന, ഒരേപോലെ പ്രാർത്ഥിക്കാവുന്ന ഒരിടമായി ഈ മസ്ജിദ് നിലകൊള്ളുന്നു. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിന് വലിയ സ്ഥാനമുണ്ട്. ഒരു മുസ്ലിം പള്ളി എന്നതിനേക്കാൾ ഇതൊരു സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ്. പുതിയകാവ് ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരും ഒരേപോലെ വരുന്നു. കേരളത്തിന്റെ മതേതരത്വത്തിന്റെ പച്ചപ്പാണ് ഇവിടെ ദൃശ്യമാകുന്നത്. ഒരു പള്ളി പണിയാൻ സ്ഥലം നൽകിയ കൃഷ്ണപുരം രാജാവിന്റെ ഉദാര മനസ്കത മുതൽ ഇന്നും തുടരുന്ന സൗഹൃദങ്ങൾ വരെ ഇതിന് സാക്ഷിയാണ്. വർഗീയതയും വിദ്വേഷവും ലോകത്തെ പലയിടങ്ങളിലും ഭീഷണി ഉയർത്തുമ്പോൾ കരുനാഗപ്പള്ളിയിലെ ഈ താജ്മഹൽ സ്നേഹത്തിന്റെ വിളക്കുമാടമായി നിൽക്കുന്നു. മനുഷ്യർക്കിടയിലുള്ള വേലിക്കെട്ടുകൾ മാറ്റിവെച്ച് പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കഴിയേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു. ഷെയ്ഖുമായുള്ള കണ്ടുമുട്ടലിനു ശേഷം രാജാവ് മാപ്പപേക്ഷിച്ചതും അദ്ദേഹത്തെ ബഹുമാനിച്ചതും അധികാരവും ആത്മീയതയും തമ്മിലുള്ള മനോഹരമായൊരു പാരസ്പര്യത്തിന്റെ കഥയാണ്. ഈ ചരിത്രം വരും തലമുറകൾക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദ് കേവലം ഒരു നിർമ്മിതിയല്ല, അത് നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥനയും സ്നേഹവും ചരിത്രവും ഉറങ്ങുന്ന മണ്ണാണ്. ഒരു കർഷകൻ എങ്ങനെ ഒരു മഹാജ്ഞാനിയായി മാറിയെന്നും അക്രമകാരിയായ നാഗങ്ങൾ പോലും ആത്മീയതയ്ക്ക് മുന്നിൽ എങ്ങനെ ഭണം താഴ്ത്തിയെന്നും ഈ പള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആധുനിക കാലത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ അല്പനേരം ശാന്തമായിരിക്കാൻ, ഹൃദയത്തിലെ കടുപ്പങ്ങൾ അലിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ കടന്നുവരാം. നാം അറിഞ്ഞ ഈ കാര്യങ്ങൾ ആ വലിയ സമുച്ചയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അവിടുത്തെ ഓരോ കാറ്റിലും മന്ത്രോച്ചാരണങ്ങളിലും ഒരു ദിവ്യത്വം അനുഭവിക്കാൻ സാധിക്കും. ചരിത്രവും ഐതിഹ്യവും കലയും കൈകോർക്കുന്ന ഈ പുണ്യഭൂമി കേരളത്തിന്റെ അഭിമാനമാണ്. വിദ്വേഷമില്ലാത്തൊരു ലോകത്തെ സ്വപ്നം കാണുന്നവർക്ക് കരുനാഗപ്പള്ളിയിലെ ഈ താജ്മഹൽ എന്നും ഒരു പ്രചോദനമായിരിക്കും. ഈ പള്ളിയുടെ മുന്നിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ തൂവെള്ള മാർബിളിന്റെ വെണ്മയിൽ മനുഷ്യത്വത്തിന്റെ വെളിച്ചം കാണാൻ ശ്രമിക്കുക. അലിവും ശാന്തിയും എല്ലാവരിലേക്കും പടരട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.